നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മേൽ പറഞ്ഞ തരത്തിലുള്ള കൂളിംഗ് ഫിലിംസ് നമ്മുടെ വാഹനത്തിൽ ഒട്ടിക്കാമെന്നാണ് ഞാനിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോയി റോഡിൽ പോയി പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള ഓർഡറുകളൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ കിട്ടുന്നത് വരെയും ഈ നിയമം പ്രാബല്യത്തിലാണെന്നാണ് പറയാൻ പോകുന്നത്. റൊമേഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നേരം വെളുത്തത് മുതൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മനോരമ ഓൺലൈനിലും കണ്ടൊരു വാർത്തയാണ്, ഇനി മുതൽ സൺ ഫിലിം അല്ലെങ്കിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാം. അപ്പം ഇത്ര നാൾ നമ്മൾ വളരെയധികം ചൂടുകളിൽ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ വാഹനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഴിച്ചിരുന്നത് MVD ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. കാരണം ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത് കാരണം വളരെ കുട്ടികളുമൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വാഹനത്തിലേക്ക് അധികമായിട്ടുള്ള വെയിൽ കയറുകയും നമ്മൾ AC ഇട്ടാലും നടക്കാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒക്കെ നമുക്ക് ഏറെ അരിശവും ദേഷ്യമൊക്കെ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു വകയാണ്. എന്നിരുന്നാൽ പക്ഷേ പല മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന വാർത്തകൾ എത്രത്തോളം ശരിയാണ്, അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്ത ശരിയാണോ എന്നുള്ളൊരു വിശകലനത്തിന് വേണ്ടി രാവിലെ മുതൽ നമ്മളതിനു വേണ്ടി ഇറങ്ങിയിരിക്കുകയായിരുന്നു. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഓഫീസിൽ നമ്മൾ ഇന്ന് STA പോയിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒന്ന് രണ്ട് കടകളിലൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഒരു കാർ പാലസ് എന്ന് പറഞ്ഞ ആക്സസറി ഷോപ്പ് നടത്തുന്ന കടയിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ ഓണർ ലത്തീഫിക്കയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ആൻ്റണി ജോർജ് എന്ന് പറഞ്ഞ ഒരു വക്കീലിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ബേസിൽ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് സൺ ഫിലിം അല്ലെന്നുണ്ടെങ്കിൽ കൂളിംഗ് ഫിലിം നമ്മുടെ വാഹനത്തിൽ ഒട്ടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാരണം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോപ്മേഷിൽ ധാരാളം വെഹിക്കിൾ വീഡിയോസ് വരുന്നതാണ്, ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടൻസ് വരുന്നതാണ്. സോ വെൽക്കം ടു റോപ്മേഷ്. നമ്മുടെ രാജ്യത്ത് ഒരു പുതിയൊരു വാഹനം നിർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് റോഡിൽ ഓടിക്കണമെങ്കിൽ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ നമ്മൾ എപ്പോഴും പാലിച്ചേ പറ്റുള്ളൂ. അത് ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പുതുതായിട്ടൊരു വാഹനം നിരത്തിലേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റോഡിൽ ഓടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പാലിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നത്, അതായത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾ 1989 പ്രകാരം ഒരു ഗ്ലാസിൻ്റെ സേഫ്റ്റി എന്താണെന്ന് അവർ നിർവചിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ് പറയുന്നത്. ഗ്ലാസിൻ്റെ, അതായത് നമ്മളൊരു പുതിയ മാനുഫാക്ചർ ഒരു പുതിയ വാഹനത്തിന് ഗ്ലാസ് ഇടുന്ന സമയത്ത് അതിൻ്റെ വിസിബിലിറ്റി, അതായത് ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും 70% വിസിബിൾ ആയിരിക്കണം. 30% വരെ കട്ട് ചെയ്യാം. 70% മുകളിൽ വിസിബിൾ ആയിട്ടുള്ള ഗ്ലാസ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അത് സൈഡ് വിൻഡോയിലേക്കും അല്ലെങ്കിൽ സൈഡ് നമ്മുടെ ഡ്രൈവർ സൈഡിലെയും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെ ഡോഴ്സിലേക്ക് വരുമ്പം 50% എങ്കിലും അതിനകത്ത് വിസിബിലിറ്റി വരണം എന്നുള്ള രീതിയിലാണ് ആ ഒരു റൂൾസ് എഴുതിയിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഗ്ലാസ് മാനുഫാക്ചേഴ്സസ് ഉണ്ടാക്കുന്ന സമയത്താണ്. അതുപോലെ കൂളിംഗ് ഫിലിമോ അതുപോലുള്ള മറ്റുള്ള സംവിധാനം എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഒട്ടിക്കുന്ന സമയത്തെ കാര്യമല്ല ഈ പറയുന്നത്. ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് വരുന്നത്. അപ്പം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ നിലവിൽ ഈ റൂൾ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് പല കമ്പനികളും കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്ന കമ്പനികളൊക്കെ എല്ലാ വാഹനങ്ങളിലും കൂളിംഗ് ഫിലിം ഒട്ടിച്ചു തുടങ്ങി. ഇന്ത്യയിൽ ആകമാനമൊക്കെ ഇത് ഒട്ടിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം 2012 നടന്നു. 2012 ആശിഷ് ഗോയങ്ക എന്ന് പറയുന്ന ഒരു വ്യക്തി സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. അത് ഇപ്രകാരമായിരുന്നു: നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളിൽ ടിൻറ്റഡ് ഫിലിം ഒട്ടിക്കുന്നത് കാരണം, അല്ലെ ബ്ലാക്ക് ഫിലിം ഒട്ടിക്കുന്നത് കാരണം ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആൻറ്റി സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് ഗ്ലാസ്സിൽ ഈ ഇങ്ങനത്തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നത് സുപ്രീം കോടതി വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി ആ ഒരു ഹർജി എടുത്ത് അവർ പരിശോധിച്ചു. അപ്പോൾ പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് സ്വന്തമായിട്ട് അവരൊരു നിയമവലിയോ ഒരു കാര്യങ്ങളും പറയാറില്ല. അവർ നോക്കുന്നത് ഈ വാഹനം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന്. അങ്ങനെ BIS റെഫർ ചെയ്തപ്പോൾ BISനകത്ത് 2553 എന്ന് പറയുന്ന ആ ഒരു സെഷൻ, അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: BISൻ്റെ IS സ്റ്റാൻഡേർഡ് പ്രകാരം IS 2553 പാർട്ട് 2 റിവിഷൻ 1 പറയുന്ന സംഭവങ്ങളായിട്ട് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ കോടതി അത് പഠിച്ചു നോക്കിയപ്പം സേഫ്റ്റി ഗ്ലാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. പക്ഷേ സേഫ്റ്റി ഈ പറയുന്ന പോലെ ഈ കൂളിംഗ് ഫിലിംസിനെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യത്തിനെക്കുറിച്ച് പറയുന്നില്ലാത്തത് കൊണ്ട് സുപ്രീം കോടതി പൊതുവായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധി പ്രസ്താവിച്ചു. അതായത് ഈ ഗ്ലാസ്സുകളിൽ ഒരു തരത്തിലുള്ള സ്റ്റിക്കർ വർക്കുകളും അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ വിസിബിലിറ്റിയെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് റൂള് വന്നു. ആ റൂള് 2012 നിലനിന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ ഈ ഫിലിം ഒട്ടിക്കാനായിട്ട് പറ്റാത്തത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്സും അല്ലെങ്കിൽ അധികാരികളും ഫൈൻ ചെയ്യുന്നതിൻ്റെ കാരണം സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി നിലവിൽ നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഒന്നാമത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ വെയിലത്തോടെ യാത്ര ചെയ്യുമ്പോൾ, കുടുംബമായിട്ടുള്ള യാത്ര ചെയ്യുമ്പോൾ അതികഠിനമായിട്ടുള്ള വെയിൽ, നമ്മളിപ്പോൾ ഒരു 12 മണിക്കൂറുള്ള യാത്രയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറിയ പങ്കും വെയിലടിച്ച് വാഹനത്തിനകത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ പല ഇപ്പോൾ സ്കിൻ ക്യാൻസർ ഉള്ളവർക്കൊക്കെ ഒന്നും വെയിലടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രാവൽ ചെയ്യാനുള്ള പല ബുദ്ധിമുട്ടുള്ള. അപ്പം ഇവരും ഈ സൺ ഫിലിം അല്ലെന്നുണ്ടെങ്കിൽ കൂളിംഗ് ഫിലിംസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, കാരണം അവർ വലിയ പ്ലാന്റൊക്കെ സ്ഥാപിച്ചിട്ട് ഈ കൂളിംഗ് ഫിലിം ഒട്ടിച്ച് കാലാകാലങ്ങളും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെയുള്ള വിധി പ്രസ്താവിക്കുന്നത്. അപ്പോൾ അതിനെതിരെ അവർ കോടതിയിലേക്ക് അവർ പോകുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, 2012 സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിച്ച സമയത്ത് ഇതിനെ എതിർക്കാനായിട്ട് ആരും ശ്രമിക്കാതിരുന്നത് കൊണ്ട് എക്സ്പാർട്ടി വിധിയായിട്ടാണ് ശരിക്കും 2012 ഈ ആശിഷ് ഗോയങ്കയ്ക്ക് ഇത് പോസിറ്റീവായിട്ട് വന്നത്. പക്ഷേ ഇത് നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ബാധിക്കപ്പെട്ടവർ, നമ്മളെപ്പോലുള്ള ഓരോരുത്തരും ഈ വെയിലത്ത് നിന്ന് ബാധിക്കപ്പെട്ടവർക്ക്, കാരണം ഒരു സാധനം ഒട്ടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായിപ്പോയി. അപ്പം നിയമപ്രകാരം 70% വിസിബിലിറ്റി എന്ന് പറയുന്ന ഘടകം മാത്രം, അല്ലെങ്കിൽ 50% വിസിബിലിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് വേണം. പക്ഷേ അത് വേറെ സ്റ്റിക്കർ ഒട്ടിക്കാതെ മാനുഫാക്ചർ തന്നെ തരണം എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ വാഹനങ്ങളിലും മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്യുന്ന പോലെ തന്നെ ഈ പറയുന്ന പോലെ ഈ ഗ്ലാസ് ഭയങ്കര ക്ലിയർ വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് 70% അല്ല, അതിൻ്റെ മുകളിലുള്ളതുകൊണ്ട് വെയിൽ ശക്തമായിട്ട് കയറുകയും നമുക്ക് അതിനനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ കമ്പനികൾക്ക് അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇത് സഞ്ചരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവർ വീണ്ടും സുപ്രീം കോടതി സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, സുപ്രീം കോടതിക്കായിട്ട് പുതുതായിട്ടുള്ള നിയമവ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല, ഈ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതാത് ഗവേണിംഗ് അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ സുപ്രീം കോടതിക്ക് സുപ്രധാനമായിട്ടുള്ള ഇതുപോലുള്ള വിധികൾ പ്രസ്താവിക്കാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ 1998 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ജനീവയിൽ നടന്ന കൺവെൻഷനകത്ത് ഹാർമോണൈസേഷൻ ഓഫ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്, അതായത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പാലിക്കേണ്ട ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നിർവചിച്ചപ്പോൾ എല്ലാ രാജ്യങ്ങളും പാലിക്കേണ്ട ചില കോഡ് ഓഫ് കണ്ടക്റ്റുകൾ അവരവിടെ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ 2008 ഇന്ത്യയും ആ ഒരു കരാറിൽ ഒപ്പുവെച്ചു. അപ്രകാരം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു ലോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഇതേപോലെ നമുക്ക് ഈ കൂളിംഗ് ഫിലിംസിൻ്റെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൺ ഫിലിംസിനെ ഒട്ടിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം അതിനകത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ലോയിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നിയമവ്യവസ്ഥയിലെ വ്യത്യാസങ്ങൾ വരുത്തേണ്ട ഭാഗമായിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട്സിലെ റൂൾ നമ്പർ 100 അമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സേഫ്റ്റി ഗ്ലാസിൻ്റെ കൂടെ തന്നെ അതിനെ ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ സൺ ഫിലിമിൻ്റെ ശരിക്കും ടെക്നിക്കലായിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സും ഉപയോഗിക്കാമെന്നും ആ ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സിൻ്റെ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് 70% ആയിരിക്കണം. ഫ്രണ്ട് ഗ്ലാസിനും ബാക്ക് ഗ്ലാസിനും 70%, സൈഡ് ഗ്ലാസുകൾക്ക് 50% ആയിരിക്കണം എന്ന് ഒരു അമെൻമെൻറ്റ് 2008 കൊണ്ടുവന്നു. പക്ഷേ നമ്മുടെ ബുക്കുകളിൽ ഈ നിയമങ്ങൾ മാറ്റിയത്, അല്ലെങ്കിൽ ഈ പറയുന്ന കൺവെൻഷൻ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നത്. 2019 നമ്മുടെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ബുക്കിൽ റൂൾ നമ്പർ 100 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യത്യാസമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ എന്താണോ നിയമം അത് അനുശാസിക്കുന്നത് ചെയ്യണം. അപ്പം ഓൾറെഡി സേഫ്റ്റി ഗ്ലാസിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഒരു ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അവിടെ നിർവചിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ചേഞ്ച് ആകരുത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2019 ഈ പറയുന്ന അമെൻമെൻറ്റ് വന്ന സമയത്ത് നമ്മുടെ ഈ പുതിയ റൂൾ നമ്പർ 100 മോട്ടോർ വെഹിക്കിൾസ് ആക്ടിനകത്ത് മാറിയ സമയത്ത് അതിനകത്ത് ഗ്ലേസിംഗ് ഫിലിം അല്ലെങ്കിൽ ഈ ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു കൂളിംഗ് ഫിലിം നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ വാഹനത്തിനകത്ത് ഈ ഗ്ലേസിംഗ് ആയിട്ടുള്ള ഈ പറയുന്ന ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സ് നമുക്ക് ഒട്ടിക്കാമെന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെ ഒട്ടിക്കണം എന്നുള്ളതും കൂടെ ഞാനത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം കടയിൽ കിട്ടുന്ന എല്ലാ മെറ്റീരിയലും നമുക്ക് ഈ സൺ ഫിലിംസ് ഇപ്പോൾ ഓൾറെഡി നിരോധിച്ച സാധനങ്ങൾ ഇപ്പോൾ ഓൾറെഡി കടകളിലൊക്കെ ഈ സൺ കൂളിംഗ് ഫിലിംസ് ഉണ്ടല്ലോ, വാഹനങ്ങളിലും അതുപോലെ തന്നെ കടകളുടെയൊക്കെ നമ്മൾ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ വാഹനങ്ങളുടെ കേസിലേക്ക് വരുമ്പോഴത്തേന് എന്ത് തരത്തിലുള്ള മെറ്റീരിയൽ ഒട്ടിക്കാമെന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഈ തോന്നുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റത്തില്ല. അതായത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന 5 ടെസ്റ്റുകളുണ്ട്. 5 ടെസ്റ്റുകൾ പാസ്സാകുന്നത്, അതായത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഏജൻസികൾ ടെസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും കമ്പനികൾ ഈ 5 ടെസ്റ്റും പാസ്സാവുകയാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നിലവിൽ ഗർവാര എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഓൾറെഡി സർട്ടിഫൈഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ പ്രൊഡക്ട്സ് ഉപയോഗിക്കാം. അപ്പോൾ ഗർവാരയ്ക്ക് മാത്രമാണ് നിലവിൽ ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള ആരും ഈ സ്റ്റാൻഡേർഡ്സ് പാലിക്കുകയാണെങ്കിൽ, കാരണം സുപ്രീം കോടതിയെ സംബന്ധിച്ച ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയെ അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തില്ല, ജനറലി നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പം ഈ സ്റ്റാൻഡേർഡ് പാലിക്കുന്ന ഈ 5 സ്റ്റാൻഡേർഡ് പാലിക്കുന്ന ആർക്കും
ഈ ഒരു ഫിലിം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സ് എന്നാണ്. അപ്പം ഈ ഒരു ഗ്ലേസിംഗ് പ്ലാസ്റ്റിക് നമുക്ക് അടുത്ത ദിവസം തന്നെ വിപണിയിൽ വരും. ഗർവാര എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഓൾറെഡി വരുന്നുണ്ട്, മറ്റുള്ള കമ്പനികളുടെ ഓൾറെഡി വരും. അപ്പോൾ അതിനും മാനദണ്ഡം എന്ന് പറയുന്നത് നമുക്കിത് ഗ്ലാസിൻ്റെ ഇന്നർ സൈഡിൽ മാത്രമേ നമുക്കിത് ഒട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് വാഹനത്തിൻ്റെ ഇന്നർ സൈഡിലാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്സിന് 70% വിസിബിലിറ്റി ഉണ്ടാണ്. അപ്പം അതുപോലെ തന്നെ സൈഡ് ഗ്ലാസുകൾക്ക് 50% വിസിബിലിറ്റി ഉണ്ടാകും. അപ്പം ഇനി വരാൻ പോകുന്ന പ്രശ്നം, ഇനിയിപ്പോൾ ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സകല കടകളിലും കയറി നിങ്ങൾ പല പ്രൊഡക്റ്റുകളും മേടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറയുന്ന 5 ടെസ്റ്റുകളും പാസ്സാകാത്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമപ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എൻഫോഴ്സ്മെൻറ്റോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ നിങ്ങളുടെ വാഹനം പരിശോധിക്കുന്ന സമയത്ത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കയ്യിരിക്കുന്ന PLC എന്ന് പറഞ്ഞൊരു മെഷീൻ അതിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ്സിൻ്റെ ലൂമൻസ് ആണ് അത് അളക്കുന്നത്. അതായത് ഒരു ഗ്ലാസ്സിൽ കൂടെ സഞ്ചരിക്കുന്ന ലൈറ്റിൻ്റെ ലൂമൻസ് ആണ് അത് അളക്കുമ്പോൾ 70% താഴെയാണ് അതിൻ്റെ വിസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഫൈൻ അടിക്കാനുള്ള വകുപ്പുണ്ട്. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം 5000 രൂപയോളമാണ് ഫൈൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇന്ന കമ്പനിയുടെ വേണമെന്നൊന്നുമില്ല, ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ സ്റ്റാൻഡേർഡ്സിനകത്ത് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പുതുതായിട്ടുള്ള റെഗുലേഷൻസ് അനുസരിച്ച് ഇപ്പം വരുന്ന ഷീറ്റുകൾ ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാർകോഡും QR കോഡും ഒക്കെ കൊടുത്തുകൊണ്ടാണ് കമ്പനികൾ, കാരണം ആ പ്രൊഡക്റ്റുകളെ തിരിച്ചറിയാൻ വേണ്ടി. അപ്പം ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും MVDയുടെ കുരുക്കിൽ പെടുകയും, MVDയുടെ കുരുക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ നിയമം ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന തരത്തിലുള്ള, കാരണം ഇതിനകത്ത് ഒരു വേറൊരു വശങ്ങളുണ്ട്. നമുക്ക് ഈ ചൂടടിക്കുന്ന സമയത്ത് തന്നെ കുറേ ആൻറ്റി സോഷ്യലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കാനായിട്ട് പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല റേപ്പുകളും നടക്കുന്നത്, അല്ലെങ്കിൽ പല കുട്ടികളെയും തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഇതുപോലെ കൂളിംഗ് ഫിലിം ഒട്ടിച്ച വാഹനങ്ങളിലാണ്. അപ്പം നമ്മുടെ രാജ്യത്തിലെ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് ഈ റൂൾസൊക്കെ പാലിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മേൽ പറഞ്ഞ തരത്തിലുള്ള കൂളിംഗ് ഫിലിംസ് നമ്മുടെ വാഹനത്തിൽ ഒട്ടിക്കാമെന്നാണ് ഞാനിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഓഫീസ് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ നമ്മളിന്ന് സന്ദർശിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിയമത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം പൊതുവെ നടക്കുന്നുണ്ടെങ്കിലും ഗവൺമെൻറ് തലത്തിൽ അതിനായിട്ടുള്ളൊരു ഓർഡറോ കാര്യങ്ങളോ ഒന്നും പ്രാബല്യത്തിലേക്ക് വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വന്നിട്ടില്ല. അത് കാരണം നമ്മളിപ്പം ഈ ഒരു റൂള് വന്നതെന്ന് പത്രത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ സൺഫിലിം ഒട്ടിച്ചുകൊണ്ട് പോയി റോഡിൽ പോയി പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള ഓർഡറുകളൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ കിട്ടുന്നത് വരെയും ഈ നിയമം പ്രാബല്യത്തിലാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കാരണം ഇപ്പം ഓൾറെഡി മാധ്യമം, ഇപ്പോൾ ഓൾറെഡി മനോരമ പത്രം ഏറ്റെടുത്ത് ഇതൊരു വലിയൊരു ചർച്ചയും വാർത്തയുമായി പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിയമവശങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് അതിനകത്ത്, കാരണം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 രൂപ ഫൈനാണ്. ആ ഫൈൻ എന്ന് പറയുന്ന സംഭവം പിന്നെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടാത്തത് കൊണ്ട് അവർ ഫൈൻ ചെല്ലാൻ എഴുതും. പിന്നീട് ഈ കേസ് നമ്മൾ നടത്തി ജയിച്ചൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നിങ്ങളിത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്നത്, കാരണം മനോരമ വലിയൊരു പത്രം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ക്രെഡിബിളായിട്ട് വിശ്വസിക്കുന്ന ഒരു പത്രസ്ഥാപനമാണ് മനോരമ എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടെ കാര്യമായിട്ട്, കാരണം എനിക്കിപ്പം പരിമിതമായിട്ടുള്ള അറിവാണ് നിങ്ങളിലേക്ക് തരാനായിട്ട് സാധിച്ചത്. അപ്പം ഇതേപോലെ നിങ്ങൾ മറ്റുള്ള മേഖലയിൽ കൂടെ ആധികാരികമായിട്ടുള്ള ഡാറ്റ എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂളിംഗ് ഗ്ലാസ് നിങ്ങളുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലേസിംഗ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഒട്ടിക്കാം. അത് ശരിക്കും അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, അത് സത്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ് അത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വാഹനങ്ങളിലെ പെറ്റിയും പിഴയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള വലിയ വാർത്തയാണ്. പലർക്കും ഈ പറയുന്ന പോലെ ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവരും സ്ഥിരം വാഹനം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്ലാസ്റ്റിക്സ് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒട്ടിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് ഒട്ടിക്കാന്ന് പറയാൻ കുറച്ച് സ്കില്ലൊക്കെ ഉള്ളതും അല്ലെങ്കിൽ കുറച്ച് കഴിവുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുറച്ച് കഴിവെന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു ക്ഷമ വേണ്ട ഒരു ജോലിയുണ്ട്, ഒരു കലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾക്ക് പറയാവുന്നതായിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് എങ്ങനെ കൂളിംഗ് ഫിലിം ഏത് കമ്പനിയുടെ വാങ്ങിച്ച്, ഏത് കമ്പനി എന്ന് ഞാൻ പറയത്തില്ല, കാരണം ഈ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന 5 ടെസ്റ്റുകൾ പാസ്സായിട്ടുള്ള ഏത് കമ്പനിയുടെയും ഫിലിം വാങ്ങിക്കാം. അപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് കാർ പാലസിൽ ഈ ഒരു പ്രൊഡക്റ്റ്, ഗർവാരയുടെ പ്രൊഡക്റ്റ് ഓൾറെഡി അവിടെ നാളെ മുതൽ അവൈലബിൾ ആവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് അവിടെ കൊണ്ടുപോയി നമുക്ക് വേണേൽ ഒട്ടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിൽ കൊണ്ട് നമുക്ക് ആ കൂളിംഗ് ഫിലിം, ആ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു ഫിലിം, കൂളിംഗ് ഫിലിം എന്നല്ല അതിൻ്റെ പറയുക, ഗ്ലേസിംഗ് പ്ലാസ്റ്റിക്സ് തന്നെയാണ്. ആ പ്ലാസ്റ്റിക്സ് മേടിച്ച് മറ്റുള്ള വെണ്ടറുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് മേടിച്ച് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് ഒട്ടിക്കാം. അത് പരിശീലിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ചെയ്യുന്നതായിരിക്കും.
അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറേ കാര്യങ്ങളോളം പറഞ്ഞു തരാൻ പറ്റി. ഇതിനകത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് പറയാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോബ് മൈ ഷോയിൽ ധാരാളം വെഹിക്കിൾ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.